നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വേനൽക്കാല ചീര കൃഷി എല്ലാവർക്കും അറിയാവുന്നുള്ള പോലെ തന്നെ ഭയങ്കര വിജയകരമായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് മഴക്കാലത്തും ചീര വിജയകരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാത്താങ്കര എന്ന് പറയുന്ന ചീര വെറൈറ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്, ചീരയുടെ ഒരു വെറൈറ്റിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് നമ്മളിതുപോലെ ട്രേയിൽ പാകി മുളപ്പിച്ച തൈകളാണ് നമ്മൾ ചീരകൃഷി മഴക്കാല ചീരകൃഷിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മളല്ലാതെ ഡയറക്റ്റ് നമുക്ക് വിത്ത് നമ്മൾ പാകിക്കഴിഞ്ഞാൽ അത് മഴയത്ത് തെറിച്ചു പോവുമോ അല്ലെങ്കിൽ വെള്ളം വീണിട്ട് ആ തൈകളൊക്കെ നശിച്ചൊക്കെ പോവും. അപ്പോൾ ഇതിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു 2 ആഴ്ച പ്രായമായിട്ടുള്ള വ്ളാത്താങ്കരയുടെ തൈകളാണിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അധികം ഇങ്ങനെ ട്രെയിലൊക്കെ പാകുവാണെങ്കിൽ നമുക്കിതിങ്ങനെ അധികം കേടുകൂടാതെ നമുക്ക് ഈ തൈകൾ കിട്ടും. നമ്മളിടുന്ന വിത്തുകൾ എല്ലാം തന്നെ ഒരു 90% വിത്തുകളും നമുക്ക് മുളച്ച് നല്ല കരുത്തായിട്ടുള്ള നമുക്ക് തൈകളാക്കി തന്നെ നമുക്കിതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്നിട്ട് ഡയറക്റ്റ് ഈ തയ്യെ തന്നെ നമ്മുടെ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് ഡയറക്റ്റ് നട്ടു കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ മൾച്ചിങ് ഷീറ്റിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് ഈ തൈകൾ ഡയറക്റ്റ് നടാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ചധികം വിത്ത് ഇട്ടിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ നമ്മൾ ഒരു തൈ എടുത്തിട്ട് 2 ആയിട്ടാണ് നമ്മൾ നടുന്നത്. അപ്പോൾ 2 ആയിട്ട് നട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും നല്ല വേരുപടലമുണ്ട്. നമ്മൾ ഒരു തൈ എടുത്ത് നോക്കുമ്പം തന്നെ ഇത് കണ്ടോ, നല്ല വേര് പിടിച്ചിട്ടാണ് ആ തൈകൾ മുഴുവൻ ഇരിക്കുന്നത്. നല്ല കരുത്തോടു കൂടിയുള്ള തൈകളാണ് ഇത്. നമ്മൾ ചാണകവും കോഴിവളവും ഒക്കെ ചേർത്തിരിക്കുന്ന നമ്മുടെ ബെഡിലോട്ട് വയ്ക്കുമ്പോഴേക്കും നല്ല കരുത്തോടു കൂടി ഇത് വളർന്നു വരും. നമ്മളിതുപോലെ പാകി മുളപ്പിച്ച് നമ്മൾ നട്ടിരിക്കുന്ന തൈകളെ നമ്മൾ ഇതുപോലെ ബെഡിലേക്ക് നട്ടതിന് ശേഷം മഴക്കാലത്ത് നമ്മളിപ്പം അതിൻ്റെ വിളവെടുപ്പാട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ഇതിൽ ഞാനിപ്പോൾ ഇത് ഇടവിളയായിട്ടാണ് നമ്മുടെ ചീര ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ചീര ഇടവിളയായിട്ടാണ് ചെയ്യുന്നത്. മുളകിൻ്റെയോ വെണ്ടയുടെയോ അല്ലെങ്കിൽ തക്കാളിയുടെയൊക്കെ കൂടെ ഇടവിളയായിട്ടാണ് ഞാൻ ചീര എപ്പോഴും നടുന്നത്. മഴക്കാലത്ത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ചീര നടുന്നതും ചീര വിളവെടുക്കുന്നതും ഒക്കെ മഴയത്താണ് നമ്മൾ. അപ്പോൾ ഈ സമയത്താണ് ശരിക്കും ചീരയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര കൃഷി അധികം ആർക്കും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് നമ്മൾ പാടശേഖരത്തുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചീരകളൊന്നും മഴയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചീരയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത് ഒരു സീസണാണിത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞ് ഏകദേശം 28 ദിവസം കഴിഞ്ഞൊരു വ്ളാത്താങ്കര എന്ന് പറയുന്ന ചീരയാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അതാണ് ഞാനിപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നട്ടിരിക്കുന്ന തട്ടിലെ ചീരകൾ ഇപ്പം പാകമായിട്ടുണ്ട്. നമ്മളപ്പം പാകമായി വരുന്ന ചീരകളെയൊക്കെ വേരോടുകൂടി പിഴുതെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ പ്രധാനമായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത് മുളക് അല്ലെങ്കിൽ തക്കാളിയാണ്. അപ്പോൾ നമുക്ക് അതിനെ ബാധിക്കാൻ പാടില്ല. നമ്മളപ്പം ഈ ചീര എല്ലാം ആദ്യമേ പറിച്ചെടുക്കും. പാകമായിട്ടുള്ള ചീരകൾ ആദ്യമേ പറിച്ചെടുത്ത് കഴിയുമ്പം നമുക്കിതിൻ്റെ മുളകിൻ്റെ അല്ലെങ്കിൽ തക്കാളിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളം അതിന് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചീര വിളവെടുത്ത് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് തക്കാളിയും പയറും വെണ്ടയും ഒക്കെ നമുക്ക് അടുത്ത് പാകമായി വരും. അടുത്ത വിളവെടുപ്പിൻ്റെ ഏകദേശം സമയമായിട്ട് വരും. നമുക്ക് ഈ മഴക്കാല ചീരകൃഷിയിൽ പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന 2 പ്രശ്നങ്ങൾ ആണ്. ഒന്ന്, ഇലകളിലെ ഒരു പുഴുബാധ ഉണ്ടാവും. ഇലകളിൽ ഒരു പുതുതായിട്ട് വരുന്ന തളിര് ഇലകളിൽ ഇല ഇങ്ങനെ ചുരുണ്ടിട്ടിരിക്കുന്ന ഒരു പുഴുവിൻ്റെ ഒരു കേടുണ്ടാവും. പിന്നെ അതുപോലെ ഇലകളിലേക്ക് വെള്ളം ശക്തിയായിട്ട് വന്ന് വീണിട്ട് ഇലകൾ പൊട്ടിപ്പോകും. അപ്പം നമുക്ക് ഈ മുകളിൽ മരങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശത്തൊക്കെ നമ്മൾ ചീര നടുവാണെങ്കിൽ കുറച്ചുകൂടെ വിജയകരമായിട്ട് നമുക്കിത് ചീര നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ മൾച്ചിങ് ഷീറ്റിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചീരയ്ക്ക് നേരിട്ട് മണ്ണിൽ നിന്ന് നട്ടതുപോലെയുള്ള അത്ര വലിയ ഇങ്ങനെ അസുഖങ്ങളൊന്നും കാണാറില്ല. നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ നടുമ്പം അതിൽ വെള്ളം വീണ് ആ വെള്ളം നമ്മുടെ ചെടികളിലേക്കൊക്കെ തെറിക്കുമ്പം അതിൻ്റെ അടിയിലേക്ക് പുഴുവും ഒക്കെ വരും. എന്നിട്ട് നമ്മുടെ ചീര നശിപ്പിക്കും. പക്ഷേ നമ്മൾ ഈ മൾച്ചിങ് ഷീറ്റിലോ അല്ലെങ്കിൽ വീറ്റ് മാറ്റിലോ ഒക്കെ നടുമ്പം നമുക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാനും നല്ല ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും ഒക്കെ കഴിയും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയം കണ്ടിരിക്കുന്ന എന്തെങ്കിലും കൃഷി ചെറിയ പാഠങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കമൻറ്റിൽ പങ്കുവയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.